ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. പൗലോസ്ലീഹ വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക? ലോകത്തിന് അനുരൂപരാകരുത്. ലോകാരൂപിയിൽ നിന്നും അകലം പ്രാപിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതി, ജീവിതശൈലി. ലോകാരൂപിയിൽ നിന്നും അകലം പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതി, ജീവിതശൈലി. ലോകാരൂപി എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുക? 3 തരത്തിലുള്ള പാപ ആസക്തികൾ നമുക്കുണ്ട് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ 3 തരത്തിലുള്ള പാപ ആസക്തികളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട്, വിടുതൽ പ്രാപിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയെയാണ് ലോകാരൂപിയിൽ നിന്നുള്ള അകലം, അല്ലെങ്കിൽ ലോകാരൂപിയിൽ നിന്ന് മാറിക്കൊണ്ടുള്ളൊരു ജീവിതം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക. ഏതൊക്കെയാണ് ഈ 3 പാപത്തിൻ്റെ ആസക്തികൾ അഥവാ ത്രിവിധ പാപാസക്തികൾ? ഒന്നാമത്തേത് ജഡത്തിൻ്റെ ദുരാശ, രണ്ടാമത്തേത് കണ്ണുകളുടെ ദുരാശ, മൂന്നാമത്തേത് ജീവിതത്തിൻ്റെ അഹന്ത. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ജഡത്തിൻ്റെ ദുരാശ എന്ന് പറയുമ്പോൾ ജഡവുമായി ബന്ധപ്പെട്ടുള്ള മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, താല്പര്യങ്ങൾ, ദുരാശകൾ, ഇതിൽ നിന്നൊക്കെ അകലം പാലിച്ച് ജീവിക്കുവാൻ അപ്പസ്തോലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ കണ്ണുകളുടെ ദുരാശ, ഈ ഭൂമിയിലുള്ള വസ്തുവകകളോട് അവ സ്വന്തമാക്കാനുള്ള അമിതമായ ആഗ്രഹം, പ്രതിപത്തി നമ്മിലുണ്ടാകാം. അത്തരം കാര്യങ്ങളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി നമ്മൾ സ്വന്തമാക്കണം. പിന്നെ ജീവിതത്തിൻ്റെ അഹന്ത, ഇത് നമ്മൾ വായിക്കുക യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 15-16 വാക്യങ്ങളിലാണ്. നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളത് ഒന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ഒരിക്കൽ കൂടെ നമുക്കൊന്ന് കേൾക്കാം: ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ സ്നേഹിക്കരുത് എന്ന് പറയുമ്പോൾ ന്യായമായൊരു ചിന്ത നമുക്കുണ്ടാകാം, ലോകം മുഴുവനെയും വെറുത്തുപേക്ഷിക്കുക എന്നൊരു ആശയമാണോ ഇവിടെ ഉദ്ദേശിക്കുക? അങ്ങനെ ഒരിക്കലും ആകാൻ തരമില്ല. കാരണം ഈ ലോകം സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ലോകമാണ്. സൃഷ്ടപ്രപഞ്ചത്തിലെ എല്ലാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ദൈവം സൃഷ്ടിച്ചതൊക്കെ നന്മയാണ്, തിന്മയായതൊന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച ഒന്നിനെ വെറുത്തുപേക്ഷിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ലോകത്തോട് ബന്ധപ്പെട്ട് വരുന്ന 3 തരത്തിലുള്ള പാപാസക്തികൾ, അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന 3 തരത്തിലുള്ള പാപാസക്തികൾ, അതിൽ നിന്ന് അകലം പാലിച്ച് വിടുതൽ പ്രാപിച്ച് ഒരു ജീവിതം നയിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ അപ്പസ്തോലൻ നമുക്ക് നൽകുക. ഈ ലോകത്തിൽ നിന്ന്, ലോകാരൂപിയിൽ നിന്ന് അകലം പാലിക്കണം എന്ന് പറയുമ്പോൾ ലോകത്ത് നിന്ന് ഓടി ഒളിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ലോകാരൂപിയിൽ നിന്ന് അകലം പാലിക്കണം എന്ന് പറയുമ്പോൾ ലോകത്ത് നിന്ന് ഓടി ഒളിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക? ലോക മൂല്യങ്ങൾക്ക് വിധേയപ്പെടാതെ, ലോക മൂല്യങ്ങൾക്ക് അടിമപ്പെടാതെ, ആധ്യാത്മിക മൂല്യങ്ങൾ, സുവിശേഷ മൂല്യങ്ങൾ, ക്രിസ്തീയ മൂല്യങ്ങൾ, അതിൽ അടിസ്ഥാനമിട്ട ഒരു ജീവിത ശൈലി ക്രിസ്തു ശിഷ്യൻ തിരഞ്ഞെടുക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നമുക്ക് നൽകുക. ലോകത്തിൽ നിന്ന് അകലം, അല്ലെങ്കിൽ ലോകാരൂപിയിൽ നിന്ന് അകലം പാലിക്കണം എന്ന് പറയുമ്പോൾ ലോകത്തിൽ നിന്ന് ഓടിയൊളിക്കണം എന്നല്ല, പിന്നെയോ ലോകമൂല്യങ്ങൾക്ക് വഴിപ്പെടാതെ, ലോകമൂല്യങ്ങൾക്ക് വിധേയപ്പെടാതെ, ലോകമൂല്യങ്ങൾക്ക് അടിമപ്പെടാതെ, സുവിശേഷ മൂല്യങ്ങളിൽ അടിസ്ഥാനമിട്ട്, ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിസ്ഥാനമിട്ട്
വചനത്തിൽ അടിസ്ഥാനമിട്ട് ഒരു ജീവിതം നയിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അത് നമ്മൾ തിരിച്ചറിയുന്നു. ഈശോ തന്നെ നടത്തുന്ന, പിതാവിൻ്റെ സന്നിധിയിൽ നടത്തുന്ന ഒരു പ്രാർത്ഥന. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മൾ യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന, പുരോഹിത പ്രാർത്ഥന, സമാധാന പ്രാർത്ഥന എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. ഈ 17-ാം അധ്യായത്തിൽ ഈശോ നടത്തുന്നൊരു പ്രാർത്ഥന. ഈശോയ്ക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു, ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നീട് ശിഷ്യരിലൂടെ വചനം ശ്രവിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 3 ഭാഗമായിട്ട് നമുക്ക് അധ്യായത്തെ, വചനഭാഗത്തെ തിരിക്കാനായിട്ട് സാധിക്കും. ആ വചനഭാഗത്ത് 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. ലോകത്തിൽ നിന്ന് അവരെ അങ്ങ് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനമാണ് സത്യം. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ ഈശോ ഈ പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ലോകത്തിൽ നിന്ന് ശിഷ്യരെ എടുക്കണം എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, മറിച്ച് ദുഷ്ടനിൽ നിന്ന് പിശാചിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നു, അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്ത് നിന്ന് ഓടി ഒളിക്കാനുള്ള ഒരു ആഹ്വാനമല്ല, ലോകാരൂപിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം, അകലം പാലിക്കണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പിന്നെയോ ലോകമോഹങ്ങളിൽ അഥവാ ലോകത്തിൻ്റെ മൂല്യങ്ങളിൽ പെട്ടുപോകാതെ സുവിശേഷ മൂല്യങ്ങളിൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതം നയിച്ചുകൊണ്ട് ഭൂമിക്ക് ഉപ്പായി മാറാനുള്ള, ലോകത്തിന് ലവണമായി മാറാനുള്ള ഒരു വിളിയും നിയോഗവുമാണ് ക്രിസ്തു ശിഷ്യനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ ഒരിക്കൽ കൂടെ ഒന്ന് വിശദമാക്കി ഒന്ന് സംഗ്രഹിച്ച് പറയാനായിട്ട് ശ്രമിക്കാം. ഈ ലോകത്തിന് അനുരൂപരാകരുത്. പൗലോസ്ലീഹ അസന്നിഗ്ധമായിട്ട് പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകരുത്. അനുരൂപരാകരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകാരൂപിയിൽ നിന്ന് അകലം പാലിക്കുക. ലോകാരൂപി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 തരം പാപ ആസക്തികളിൽ നിന്ന് അകലം പാലിച്ചുള്ള ഒരു ജീവിത ശൈലി ക്രിസ്തു ശിഷ്യൻ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ 3 പാപാസക്തികളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് ക്രിസ്തു ശിഷ്യൻ ജീവിക്കണം. ഇനി മൂന്നാമതായി നമ്മൾ പറഞ്ഞ കാര്യം, ലോകാരൂപിയിൽ നിന്ന് അകലം പാലിക്കുക എന്ന് പറയുമ്പോൾ ലോകത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നല്ല, പിന്നെയോ ലോക മൂല്യങ്ങൾക്ക് വിധേയപ്പെടാതെ സുവിശേഷ മൂല്യങ്ങളിൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതം നയിക്കാൻ ക്രിസ്തു ശിഷ്യൻ, ദൈവമക്കൾ, ദൈവ പൈതൽ തയ്യാറാവുക. ഇതാണ് നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുക അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം, എല്ലാ മനുഷ്യരും നമ്മൾ ഈ ലോകാരൂപിയിൽ നിന്ന് അകലം പാലിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആന്തരികമായൊരു പരിവർത്തനം നടക്കണം, മനസ്സിൻ്റെ പരിവർത്തനം വഴി രൂപാന്തരപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ ഉണ്ടാകേണ്ട ഒന്നാമതൊരു ചിന്ത, എല്ലാ മനുഷ്യരും, എല്ലാ ദൈവമക്കളും പരിപൂർണതയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. എല്ലാ മനുഷ്യരും പരിപൂർണതയിലേക്ക്, പരിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 48-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിങ്ങളുടെ സ്വർഗീയ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നിങ്ങളുടെ സ്വർഗീയ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. അപ്പോൾ പരിപൂർണതയിലേക്ക്, പരിശുദ്ധിയിലേക്ക് ഈശോ എല്ലാവരെയും ക്ഷണിക്കുന്നു. സകല ദൈവമക്കളെയും ഈശോ പരിപൂർണതയിലേക്ക്, പരിശുദ്ധിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു പക്ഷേ നമ്മളിൽ കുറേ അധികം മനുഷ്യരുടെയെങ്കിലും ചിന്ത, പ്രത്യേകിച്ചും 2-ാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പൊക്കെ സഭയിലാകമാനം പൊതുവേ മനുഷ്യർ ചിന്തിച്ചിരുന്നത് ഈ പരിശുദ്ധി എന്ന് പറയുന്നത്, പരിപൂർണത എന്ന് പറയുന്നത് അത് കുറച്ച് വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, അല്ലെങ്കിൽ അങ്ങകലെ ദൂരെ എവിടെയൊക്കെയുള്ള ചില മനുഷ്യർക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുള്ള എന്തോ ഒരു കാര്യമാണ്. എനിക്കൊന്നും, ഒരു സാധാരണ മനുഷ്യർക്കൊന്നും ഒരിക്കലും പരിശുദ്ധരാകാൻ, വിശുദ്ധിയിലേക്ക് വരാൻ സാധ്യമല്ല എന്നൊക്കെ ഒരു ചിന്ത, അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക്, അൽമായരായ മനുഷ്യർക്ക് വിശുദ്ധി പ്രാപിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത പ്രത്യേകിച്ച് 2-ാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് വരെ ഉണ്ടായിരുന്നു.
രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കാം, എനിക്കൊന്നും ഒരിക്കലും ഒരു വിശുദ്ധനാകാനോ വിശുദ്ധയാകാനോ സാധ്യമല്ല, അത് മറ്റാർക്കൊക്കെയോ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളാണെന്നൊരു ചിന്ത. ഇതിൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിൽ, തിരുസഭ എന്ന പ്രമാണരേഖയിൽ വളരെ ശക്തമായി, വിപ്ലവാത്മകമായി, ഏറ്റവും ശക്തമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു പ്രബോധനമാണ് സകല മനുഷ്യരും, സകല ക്രിസ്തു ശിഷ്യരും, സകല ദൈവമക്കളും പരിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്, പരിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്, പരിപൂർണതയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. തിരുസഭ പ്രമാണരേഖ അതിൻ്റെ 40-ാമത്തെ ഇതിലും അതുപോലെ മതബോധന ഗ്രന്ഥം 2013 ഖണ്ഡികയിലും നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: ഏത് അവസ്ഥയിലും ജീവിത വൃത്തിയിലുമുള്ള എല്ലാ ക്രൈസ്തവരും ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്കും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്കും വിളിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. തിരുസഭ 40-ാം നമ്പർ അതുപോലെ മതബോധന ഗ്രന്ഥം 2013 ഖണ്ഡികയിലും നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധിയിലേക്കും പരിപൂർണതയിലേക്കും വിളിയും നിയോഗവും ലഭിച്ചവരാണ് നമ്മളെന്ന്, നമ്മളെല്ലാവരും അതിന് വിളിയും നിയോഗവും ലഭിച്ചവരാണെന്ന ഉറച്ച ബോധ്യം നമ്മിലുണ്ടാകണം. എന്നാൽ മാത്രമേ ലോകാരൂപിയിൽ നിന്ന് അകലം പാലിക്കേണ്ട, ലോകത്തിൻ്റെ അരൂപിയിൽ നിന്ന് അകലം പാലിച്ച് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി ഈ പരിപൂർണതയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് പ്രകൃതിയുടെ തന്നെ നിയമമാണ്. പക്വത പ്രാപിക്കുക, പരിപൂർണതയിലേക്ക് നയിക്കപ്പെടുക എന്നുള്ളത് അത് പ്രകൃതിയുടെ തന്നെ നിയമമാണ്. നമുക്കിങ്ങനെ ചിന്തിച്ചാൽ മതി, ഈ പ്രപഞ്ചത്തിലെ ഏത് ജീവജാലങ്ങളും എടുക്കുമ്പോൾ അതിനൊരു തുടക്കമുണ്ട്, ഒരു തുടർച്ചയുണ്ട്, വളർച്ചയുണ്ട്, ഒരു ഇങ്ങനെ പരിപൂർണതയിലേക്ക് നിരന്തരം അതിങ്ങനെ യാത്ര ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ തന്നെ കാര്യം എടുക്കുക, അമ്മയുടെ ഗർഭപാത്രത്തിൽ കടുകുമണിയോളം വലുപ്പത്തിൽ ഉരുവാക്കപ്പെട്ടവർ പതുക്കെ 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 ഇതാ വളർന്ന് 9 മാസം പ്രായമാകുമ്പോൾ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് ഈ ഭൂമിയിലേക്ക് വന്ന് പിന്നെയും ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും, ഓരോ മണിക്കൂറിലും, ഓരോ നിമിഷത്തിലും നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശാരീരികമായി നടക്കുന്നൊരു വളർച്ച, മാനസികമായി നടക്കുന്നൊരു വളർച്ച, ഭൗതിക തലത്തിൽ നടക്കുന്നൊരു വളർച്ച, ഇത് പ്രകൃതിയുടെ നിയമമാണെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിലും ഇത് ബാധകമാണ്. നിരന്തരം നടക്കേണ്ട ഒരു വളർച്ച, നിരന്തരം പരിപൂർണതയിലേക്ക്, പക്വതയിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. ഓർക്കുക, ഞാനിപ്പോഴായിരിക്കുന്ന ആധ്യാത്മിക ജീവിതത്തിൽ പൂർണ്ണമായി സംതൃപ്തി അനുഭവിച്ച് ഇനി എനിക്കൊന്നും വളരാനില്ല, ഞാൻ വളർന്നു കഴിഞ്ഞു എന്ന ചിന്തയിലായിരുന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ താഴേക്ക് പോകാൻ, പാപത്തിലേക്ക് നിപതിക്കാൻ സാധ്യതയുണ്ട്. പരിപൂർണത, ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരാനാണ്, പിതാവിനോളം പരിപൂർണത പ്രാപിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും, ഓരോ നിമിഷവും നമ്മൾ ഈ ഒരു യാത്ര ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, നിരന്തരമായി ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഈ യാത്ര നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്: ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല, ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല, ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിശുദ്ധ പൗലോസ്ലീഹയാണ് ഇത് പറയുന്നത്, ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്ന് ഞാൻ പരിപൂർണനായെന്നും അർത്ഥമില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ആധ്യാത്മിക അനുഭവങ്ങൾ നമ്മിൽ പലരും സ്വന്തമാക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒത്തിരിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ഒത്തിരി ജപമാല ചൊല്ലുന്നുണ്ടാകാം, കൂദാശകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നുണ്ടാകാം, ഉപവസിക്കുന്നുണ്ടാകാം, അങ്ങനെ പലതും നമ്മൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ പരിപൂർണതയിൽ എത്തി എന്ന് നമ്മൾ വിചാരിക്കരുത്. നിരന്തരം 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 നമ്മൾ നടത്തേണ്ട ഒരു യാത്രയാണത്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തെ ഇതിനോട് ചേർത്ത് വെച്ച് ഒന്നും കൂടി ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ലോകത്തിന് അനുരൂപരാകാതിരിക്കാൻ ലോകാരൂപിയിൽ നിന്ന് നമ്മൾ അകലം പാലിക്കണം. ലോകാരൂപിയിൽ നിന്ന് അകലം പാലിക്കാൻ നിർബന്ധമായും പരിപൂർണതയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നിന്നിടത്ത് തന്നെ നിന്നാൽ ഒരിക്കലും ലോകാരൂപിയിൽ നിന്ന് അകലം പാലിക്കാൻ സാധ്യമല്ല. മറിച്ച് പരിപൂർണതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ലോകാരൂപിയിൽ നിന്ന് അകലം പാലിക്കാനായിട്ട് സാധിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ പക്കലേക്കുള്ള മാർഗത്തിൽ പുരോഗമിക്കാതിരിക്കുക എന്ന് വെച്ചാൽ പുറകോട്ട് പോകുന്നത് അത്രേ. ദൈവത്തിൻ്റെ പക്കലേക്കുള്ള മാർഗത്തിൽ പുരോഗമിക്കാതിരിക്കുക എന്ന് വെച്ചാൽ പുറകോട്ട് പോകുക എത്രേ. എന്ന് വെച്ചാൽ നമ്മൾ നിരന്തരം പുരോഗമിക്കാൻ പരിശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പോകും. ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഒഴുക്കുള്ള വെള്ളത്തിൽ പെട്ടു എന്ന് കരുതുക, ഒരു പുഴയിലെ ഒഴുക്കുള്ള വെള്ളത്തിൽ പെട്ടു എന്ന് കരുതുക. അങ്ങനെ ഒഴുക്കുള്ള വെള്ളത്തിൽ പെട്ടുപോയൊരു വ്യക്തി ഇപ്പം ഞാൻ ഒഴുക്കുള്ള വെള്ളത്തിൽ പെട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിനൊപ്പം ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
എൻ്റെ മുൻപിൽ ഇതാ കുറേ അകലെ ഒരു വലിയ വെള്ളച്ചാട്ടം കാണുന്നു. ഞാൻ ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. അവിടെ വീണ് എൻ്റെ ജീവിതം തീരും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. ഇതറിയുന്ന ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ അതുപോലെ തന്നെ നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കണോ, അതോ പുറകോട്ട് ഒഴുക്കിനെതിരെ നീന്താനായിട്ട് പരിശ്രമിക്കണോ? തീർച്ചയായും നിന്നിടത്ത് തന്നെ നിൽക്കാൻ, ആ വെള്ളച്ചാട്ടത്തിൽ പോയി പതിക്കാതിരിക്കാൻ നിന്നിടത്ത് തന്നെ നിന്നാൽ മതി എന്ന് കരുതി ഞാൻ പരിശ്രമിച്ചാൽ അവിടെ നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ തീർച്ചയായും ആ വെള്ളച്ചാട്ടത്തിൽ പോയി പതിക്കും. നേരെ മറിച്ച് മുഖം തിരിക്കാൻ, ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് മുഖം തിരിച്ച് ഒഴുക്കിനെതിരെ ശക്തമായ എൻ്റെ സർവ്വശക്തിയും എടുത്ത് നീന്താൻ ഞാൻ പരിശ്രമിക്കുമ്പോഴാണ് എനിക്ക് മുന്നോട്ട് പോകാനും പിടിച്ചു നിൽക്കാനും പുരോഗതിയിലേക്ക്, അഥവാ ഈ മരണവക്ത്രത്തിൽ നിന്ന് ദൂരേക്ക് ജീവിതത്തിലേക്ക്, ജീവനിലേക്ക് യാത്ര ചെയ്യാനും സാധിക്കുക. ഒരുപക്ഷെ നമുക്ക് തോന്നുന്നു ഇത് സാധിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. നമ്മളെ സഹായിക്കാൻ പരിശുദ്ധ അമ്മയുണ്ട്, സകല വിശുദ്ധരുമുണ്ട്, സ്വർഗീയ സൈന്യമുണ്ട്, മാലാഖമാരുണ്ട്. എല്ലാറ്റിലും ഉപരി ദൈവം തന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരു വ്യക്തി ദൈവത്തിലേക്ക് തിരിയാൻ ശ്രമിക്കുമ്പോൾ, ഒരുപക്ഷെ വെള്ളച്ചാട്ടത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കിൽ പെട്ടുപോയ വ്യക്തിയുടെ ഉദാഹരണമൊക്കെ കേൾക്കുമ്പോൾ ഈ ഒഴുക്കിനെതിരെ നീന്തൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ശക്തമായ ഒഴുക്കാണെങ്കിൽ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഓർക്കുക, നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മൾ ദൈവസന്നിധിയിലേക്ക് നീന്താൻ പരിശ്രമിച്ചാൽ, ദൈവസന്നിധിയിലേക്ക് അടുക്കാൻ പരിശ്രമിച്ചാൽ, അങ്ങനെ നമ്മളെ കൈപിടിച്ച് സഹായിക്കാൻ വിശുദ്ധരുടെ വലിയൊരു സമൂഹമുണ്ട്, മാലാഖമാരുടെ വലിയൊരു സമൂഹമുണ്ട്, കാവൽ ദൈവദൂതനുണ്ട്. എല്ലാറ്റിലും ഉപരി ദൈവം തന്നെയും നമ്മുടെ അരികിൽ നിന്ന് നമ്മളെ സഹായിക്കാൻ തയ്യാറായി തൊട്ടരികിലുണ്ട്. ഒരു കാര്യം ഓർക്കുക, പരിശുദ്ധാത്മാവ് മുൻകൈയെടുത്ത് നമ്മിൽ ആരംഭിച്ച നവീകരണ പ്രക്രിയ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിരന്തരം നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. എന്നിലൊരു നവീകരണം എപ്പോഴെങ്കിലും, ഇപ്പോൾ ഒരു ധ്യാനം കൂടിയിട്ടാകാം, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ നിമിഷത്തിൽ കിട്ടിയൊരു പ്രാർത്ഥന ആധ്യാത്മിക അനുഭൂതിയുടെയൊക്കെ വെളിച്ചത്തിലാകാം, എന്നിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു നവീകരണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, നവീകരണം ആരംഭിച്ചത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് മുൻകൈയെടുത്ത് ആരംഭിച്ച ഈ നവീകരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ വ്യക്തിപരമായി നിരന്തരം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതിന് നിരന്തരം ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യാൻ ബോധപൂർവം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുണ്യങ്ങളും സുഹൃതങ്ങളും നന്മകളുമൊക്കെ നമ്മൾ ബോധപൂർവം സ്വാംശീകരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അത് സ്വാംശീകരിച്ചെടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്ന വാക്കുകൾ പ്രത്യേകം നമുക്ക് ഓർക്കാം. ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് ലോകാരൂപിയിൽ നിന്ന് അകലം പാലിക്കാൻ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ആധ്യാത്മിക ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും വളരാൻ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, എന്താണ് ക്രിസ്തീയ പരിപൂർണത എന്ന് പറയുന്നത്? നമുക്ക് പ്രാർത്ഥനാവേളകളിൽ ലഭിക്കുന്ന പ്രത്യേകമായ അനുഭൂതിയെ ആണോ നമ്മൾ ഈ പരിപൂർണത എന്നതുകൊണ്ട് അർത്ഥമാക്കുക? അല്ലെങ്കിൽ പ്രത്യേകമായ എന്തെങ്കിലും ഒരു ആധ്യാത്മികമായൊരു അനുഭവം കിട്ടുന്നതിനെയാണോ നമ്മൾ പരിപൂർണത എന്നുകൊണ്ട് അർത്ഥമാക്കുക? അല്ലെങ്കിൽ വരദാനങ്ങളിൽ പ്രത്യേകം വരദാനങ്ങൾ ലഭിച്ചു, അതിലൊരു ജ്വലനമൊക്കെ സംഭവിച്ചു, അതിനെയാണോ നമ്മൾ പരിപൂർണത എന്നുകൊണ്ട് അർത്ഥമാക്കുക? അല്ലെങ്കിൽ നിരന്തരം ഏതെങ്കിലും പ്രാർത്ഥനകൾ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നതാണോ ഈ പരിപൂർണത എന്നതുകൊണ്ട്, ക്രിസ്തീയ പരിപൂർണത എന്നതുകൊണ്ട് അർത്ഥമാക്കുക? തീർച്ചയായും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിപൂർണതയിൽ എത്താൻ നമ്മളെ സഹായിക്കും. പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ പൂർണ്ണമായി പരിപൂർണത എന്നുകൊണ്ട് അർത്ഥമാക്കുക. ക്രിസ്തീയ പരിപൂർണത വചനത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആന്തരിക പരിവർത്തനമാണ്. ആന്തരിക പരിവർത്തനം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ വാക്യം ഓർക്കുക, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ നിരന്തരമായി എന്നിൽ സംഭവിക്കേണ്ട ഒരു മാറ്റം, എന്നിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം, എന്നിട്ട് പുതിയ മനുഷ്യനെ, ക്രിസ്തുവിനെ ധരിക്കണം. എന്നിലെ പഴയ മനുഷ്യനെ നീക്കം ചെയ്ത് പുതിയ മനുഷ്യനെ ധരിക്കണം. വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് അനുരൂപനായ പുതിയ മനുഷ്യനെ ധരിക്കുക. അതായത് വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം തുടങ്ങിയ ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിടുതൽ പ്രാപിക്കുക. അഹങ്കാരം, അസൂയ, മോഹം, കോപം, കൊതി, അലസത, ദ്രവ്യാസക്തി, ഇങ്ങനെ മൂലപാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുക. എന്നിട്ട് ക്രിസ്തുവിനെ ധരിക്കുക. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം കൊണ്ട് നമ്മൾ നിറയുക. ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, കാരുണ്യം, നന്മ, ദീർഘശാന്തത, ആർദ്രത, വിശ്വസ്തത, വിനയം, സംയമനം, ശുദ്ധത, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ സ്വഭാവ പ്രത്യേകതകൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പരിപൂർണതയുടെ അന്തസ്സത. അഥവാ ആന്തരികമായൊരു മാറ്റമാണ് നമ്മിൽ ഓരോരുത്തരിലും സംഭവിക്കേണ്ടത്.
ഇനി പരിപൂർണതയ്ക്കുള്ള മാർഗം എന്ന് പറയുന്നത് എന്താണ്? പരിപൂർണതയ്ക്കുള്ള മാർഗം എന്താണെന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ പൗലോസ്ലീഹ നമ്മളെ വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് പരിപൂർണതയ്ക്കുള്ള മാർഗം എന്ന് പറയുന്നുണ്ട്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കി എന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. അതിനാൽ നമ്മിൽ പൂർണ്ണത പ്രാപിച്ചവർ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ. എങ്ങനെ ആഗ്രഹിക്കണം? എൻ്റെ പിന്നിലുള്ളവ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവ ലക്ഷ്യമാക്കി ഞാൻ നീങ്ങണം. എൻ്റെ പിന്നിലുള്ളവ എന്ത് തന്നെയാണെങ്കിലും, അതെൻ്റെ നിഷേധാത്മകമായ കാര്യങ്ങളാകട്ടെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാകട്ടെ, എന്തുമാകട്ടെ, പിന്നിലുള്ളവ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവ ലക്ഷ്യമാക്കി ഞാൻ നീങ്ങണം. അതായത് ഞാൻ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തനായിരിക്കാതെ നിരന്തരം പരിപൂർണതയ്ക്ക് വേണ്ടി ദാഹിക്കാനും ആഗ്രഹിക്കാനും പരിശുദ്ധിക്ക് വേണ്ടി നിരന്തരം ദൈവസന്നിധിയിലേക്ക് യാത്രയാകാനുമാണ് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുക. ക്രിസ്തുവിന് അനുരൂപനാവുക. ക്രിസ്തുവിന് അനുരൂപപ്പെട്ട ഒരു ജീവിതം നയിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. നമ്മൾ ആരംഭത്തിൽ പറഞ്ഞു, ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകാതിരിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിന് അനുരൂപരാകണം. ക്രിസ്തുവിൻ്റെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ നിറയ്ക്കണം. കാരണം ക്രിസ്തുവിലാണ് എല്ലാറ്റിൻ്റെയും പൂർണ്ണത നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ക്രിസ്തുവിലാണ് എല്ലാറ്റിൻ്റെയും പൂർണ്ണത നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം, അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയിലേക്ക് യാത്ര ചെയ്യുക, ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യുക. അപ്പോഴാണ് ഈ ലോകത്തിന് അനുരൂപരാകാതിരിക്കാൻ നമുക്ക് സാധിക്കുക. ലോകത്തിന് അനുരൂപരാകാതെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. അഥവാ ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യണം, പരിപൂർണതയിലേക്ക് യാത്ര ചെയ്യണം, പരിശുദ്ധിയിലേക്ക് യാത്ര ചെയ്യണം. ബോധപൂർവകമായി ഈശോയിൽ ആശ്രയിച്ച് തീവ്രമായി അതിന് നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പരിശുദ്ധിയിലേക്ക്, പരിപൂർണതയിലേക്ക് യാത്ര ചെയ്യാൻ എല്ലാ ദൈവമക്കൾക്കും കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.